ഹായ് ഹലോ വെൽക്കം എവറി വൺ വെൽക്കം ബാക്ക് ടു അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അർബൻ സോഷ്യോളജിയിലെ ആദ്യത്തെ 2 ബ്ലോക്കുകളായിരുന്നു. അതിൽ എന്താണ് അർബൻ സോഷ്യോളജി എന്നും അതിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്നും അതിൻ്റെ ആരംഭ കാലഘട്ടം എങ്ങനെയാണ് ഒരു സോഷ്യോളജിയിൽ നിന്ന് അർബൻ സോഷ്യോളജി ഒരു സ്പെസിഫിക് ബ്രാഞ്ച് ആയത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അർബൻ സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ടുള്ള സിറ്റി, മെട്രോപൊളിറ്റിയൻ, അർബനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ 2 ബ്ലോക്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് എല്ലാവരും നന്നായിട്ട് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് 3rd ബ്ലോക്കിലേക്ക് പോവാണ്. അപ്പോൾ മുന്നേ ഉള്ള 2 ബ്ലോക്കിനേക്കാൾ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം 3rd ബ്ലോക്കിൽ നമ്മൾ തിയറികളാണ് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, അർബൻ സോഷ്യോളജിയായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അർബൻ സമൂഹങ്ങൾ അല്ലെങ്കിൽ നഗര സമൂഹങ്ങൾ, അവരുടെ ജീവിതങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തിയറികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറികളാണ് നമുക്ക് ഈ ബ്ലോക്കിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കോളേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന എമിലി ദുർഖീം, മാക്സ് വെബർ, കാൾ മാക്സ്, ജോർജ് സിമ്മൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ, പ്രധാനപ്പെട്ട ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളുടെ അർബൻ ലൈഫിനെ പറ്റിയിട്ടും അർബൻ സൊസൈറ്റിയെ പറ്റിയിട്ടുമുള്ള അവരുടെ തിയറികളാണ് നമുക്ക് കാര്യമായിട്ട് ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ തിയറികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലാസിക്കലാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഇപ്പോഴും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ തിയററ്റിക്കൽ പാർട്ടാണ് നമുക്ക് ഈ യൂണിറ്റിലും ഈ ബ്ലോക്കിലും കാര്യമായിട്ട് പഠിക്കാനുള്ളത് എന്നുള്ളത് പ്രത്യേകം മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. നമുക്കത് പോർഷനിലേക്ക് കിടക്കാം. അതിൽ നമ്മളുടെ ടെക്സ്റ്റിൽ കാര്യമായിട്ട് തുടക്കത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ സോഷ്യോളജി എന്താണ് എന്നുള്ള ഒരു റീക്യാപ്പ് പോലെ കൊടുക്കുകയാണ്. നമുക്കറിയാം, അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയിൽ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ്, ഒരു പ്രത്യേക ബ്രാഞ്ചാണ്. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിറ്റി എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നഗര പരിസരം, നഗര പരിസ്ഥിതിൻ്റെ അവിടെയുള്ള മനുഷ്യന്മാരുടെ ഇടപെടൽ, അതെങ്ങനെയാണ് അവിടെയുള്ള സാമൂഹിക ജീവിതം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അർബൻ സോഷ്യോളജിയിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് എന്ന് പറയുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് അർബൻ എൻവയോൺമെൻറ്റ് നമ്മളുടെ വ്യക്തികളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും രീതികളിലൊക്കെ ഈ പറയുന്ന രീതിയിൽ നഗരം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നഗര പരിസ്ഥിതി, നഗര പശ്ചാത്തലം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കാര്യമായിട്ട് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അർബൻ പ്ലാനിങ്, നമ്മൾ പറഞ്ഞല്ലോ സോഷ്യോളജിയിൽ തന്നെയും ഏറ്റവും കൂടുതൽ സ്കോപ്പ് വർദ്ധിച്ചു വരുന്ന ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് അർബൻ സോഷ്യോളജി അടയാളപ്പെടുത്താം. കാരണം അർബൻ പ്ലാനിങ്ങിലും പോളിസി നഗരങ്ങളുടെ പുതിയ പ്ലാനിങ് ഉണ്ടാക്കുന്നതിലും അതിൻ്റെ പോളിസി രൂപീകരിക്കുന്നതിലും ഇത്തരത്തിലുള്ള സോഷ്യോളജിസ്റ്റുകളും അവരുടെ പഠനങ്ങളൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ട് മാറുന്നൊരു സമയം കൂടിയാണ്. അത്രയും കൂടി ഇമ്പോർട്ടൻസ് ഈ പറയുന്ന രീതിയിൽ അർബൻ സോഷ്യോളജിക്ക് നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അതിൻ്റെ നമ്മൾ പറഞ്ഞു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാനായിട്ട് പറയുമ്പോൾ നഗരങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് അവിടുത്തെ സാമൂഹിക ജീവിതങ്ങളെ പ്രത്യേകമായിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് അർബൻ സോഷ്യോളജി എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നഗരങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന രീതിയിൽ വളരെ ലേറ്റായിട്ട് 19th സെഞ്ച്വറിയിലും 20th സെഞ്ച്വറിയിലൊക്കെയാണ് എന്നുള്ളതും അർബൻ സോഷ്യോളജി സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അറിയാം. ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ടും അതേപോലെ തന്നെ അവരുടെ തിയറികളൊക്കെയാണ് അർബൻ സോഷ്യോളജിയെ ഇത്ര ഒരു സ്പെഷ്യൽ ബ്രാഞ്ചായിട്ട് പരിഗണിക്കുന്നതിൽ തുടക്കം കുറിച്ചതെന്നൊക്കെ പറയാം. അപ്പോൾ പക്ഷേ നഗരങ്ങൾ മനുഷ്യന്മാരുടെ ജീവിതകാലം തുടക്കം മുതലേ മനുഷ്യന്മാരുടെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ വളരെ പഴക്കമുള്ള സാധനമാണ് സിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സിറ്റീസിനെ പറ്റിയിട്ട് കാര്യമായിട്ട് പ്രത്യേകം പഠനം വേണമെന്ന് പഠിക്കാൻ ആരംഭിക്കുന്നതൊക്കെ തുടങ്ങുന്നത് വളരെ ലേറ്റായിട്ടാണ്, പ്രത്യേകിച്ചും വ്യവസായ വിപ്ലവത്തിന് ശേഷമാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന സിറ്റികളുടെ കോലവും രൂപവും കംപ്ലീറ്റ്ലി വരുന്നതോടുകൂടി
ഈ പറയുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നതോടുകൂടി കംപ്ലീറ്റ്ലി പുതിയൊരു തരത്തിലുള്ള സിറ്റീസ് ഉണ്ടാവുകയും സിറ്റീസ് വളരെ വേഗത്തിൽ വ്യാപിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് താമസിക്കുന്നതുമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തുപറ്റി സിറ്റികൾക്ക് വരുന്നുണ്ട്. ഏതിന് ശേഷം? ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം. ഇതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇവിടെയുള്ള സാമൂഹിക ജീവിതത്തിന് പ്രത്യേക പഠനം ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ സ്കോളേഴ്സ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതും അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ അർബൻ സോഷ്യൽ ലൈഫിലേക്ക് സ്കോളേഴ്സ് എത്തിച്ചേരുന്നതും എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു ഏത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിക്കുന്നതോടുകൂടി അല്ലെ ഈ പറഞ്ഞ ക്യാപിറ്റലിസം സംഭവിക്കുന്നതോടുകൂടി വലിയ രീതിയിൽ സിറ്റികൾ വളർന്നു വരികയും അത് സിറ്റികളുടെ കോലത്തിലും രൂപത്തിലും വണ്ണത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ശ്രമിച്ചതാണ് അർബൻ സോഷ്യോളജിയുടെ ഒരു തുടക്കത്തിന് കാരണമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും തുടക്ക കാലഘട്ടത്തിൽ ഇത് ഭയങ്കര സംഭാവന കൊടുത്ത ആൾക്കാരാണ്, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് എമിലി ദുർക്കിം, മാക്സ് വെബർ, ജോർജ് സിമ്മൽ ആൻഡ് കാൾ മാക്സ്. ഇവരൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. കാൾ മാക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിമ്മലിനെ കുറിച്ചിട്ട് നിങ്ങൾ അർബൻ സോഷ്യോളജി തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മെട്രോപൊളിറ്റൻ ആൻഡ് മെൻ്റൽ ലൈഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് പുസ്തകം അർബൻ സോഷ്യോളജിയിൽ തന്നെ ഏറ്റവും ആദ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് അർബൻ സോഷ്യോളജി പഠിച്ച് മുന്നോട്ട് വെച്ചൊരു പുസ്തകമാണ് സിമ്മലിൻ്റെത്. വെബറിനെ കുറിച്ചിട്ടും ദുർക്കിമിനെ കുറിച്ചിട്ടും കൂടുതൽ ഡിസ്കഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ കൂടുതൽ ഡിസ്കഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അർബൻ സോഷ്യോളജിയിൽ എന്താണ് കൂടുതൽ ഫോക്കസ് ഏരിയ, ഇവരെന്താണ് അർബൻ സോഷ്യോളജിയിൽ കാര്യമായിട്ട് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെ ഹൗ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഷേപ്പ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ സിറ്റീസ്. അതായത് സിറ്റിയിലുള്ള സാംസ്കാരികവും സാമൂഹികവും ഈ പാരിസ്ഥിതികമായിട്ടുള്ള സിറ്റിയിലുള്ള അന്തരീക്ഷങ്ങൾ, സിറ്റിയിലുള്ള കണ്ടീഷൻസ് അതെങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മനുഷ്യൻ്റെ പെരുമാറ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇത് പഠിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം സിറ്റിയിലായിട്ടുള്ള ഒരു തനതായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ഒന്നാണ് സിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആ സിറ്റീൻ്റെ അന്തരീക്ഷം, മനുഷ്യൻ്റെ ഇടപെടലുകൾ, മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ സിറ്റിയിലുണ്ടാവുന്ന എക്കണോമിക് സോഷ്യൽ ടെക്നോളജിക്കൽ ഫോഴ്സൊക്കെ എങ്ങനെയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മളുടെ സൊസൈറ്റിയിൽ, ഫാമിലിയിലൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ സിറ്റിയിൽ താമസിക്കുന്ന ഈ പറയുന്ന രീതിയിൽ അർബൻ കമ്മ്യൂണിറ്റീസിൻ്റെ മൊത്തത്തിലുള്ള ചേഞ്ചസ്, അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹൗ അർബനൈസേഷൻ, നഗരവൽക്കരണം, ഒരു പ്രദേശം നഗരം ആയി മാറുമ്പോൾ അല്ലെങ്കിൽ നഗരത്തിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ, അവിടുത്തെ ഉള്ള ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ റോള് ചേഞ്ച് ആവുന്നത്, അവരുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആവുന്നത്, ലൈഫ് ചേഞ്ച് ആവുന്നത്, ഈ വക കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നഗരവും നഗരത്തിലെ ജീവിത അന്തരീക്ഷങ്ങളും സിറ്റി എന്ന മനുഷ്യനെയും മനുഷ്യൻ്റെ ഇടപെടലുകളെയും മനുഷ്യൻ്റെ സമൂഹ ജീവിതത്തെയും ഫാമിലിയൊക്കെ എന്ത് ചേഞ്ചാണ് ഇൻഫ്ലുവൻഷ്യലായിട്ട് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഫോക്കസ് ഏരിയ എന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റുക. ഇനി അർബൻ സോഷ്യൽ ലൈഫിൻ്റെ കുറച്ച് പ്രത്യേകതകൾ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഫണ്ടമെൻ്റലി ഡിഫറെൻറ്റ് ഫ്രം റൂറൽ ലൈഫ്. അർബൻ റൂറൽ എന്ന് പ്രത്യേകം പഠിച്ച് തരംതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, റൂറൽ അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതം, ഗ്രാമീണ സാമൂഹിക ജീവിതം പോലെയല്ല അർബൻ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. അത് ഒരുപാട് വ്യത്യാസം, നമ്മൾക്ക് തന്നെ ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന സാധനമാണ്. അപ്പോൾ അവിടെയുള്ള സാമൂഹിക ബന്ധങ്ങളല്ല ഇവിടെയുള്ള സിറ്റിയിലുള്ള സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അവിടെയുള്ള രീതികളായിരിക്കില്ല, സമൂഹത്തിൻ്റെ ഇടപെടലുകളായിരിക്കില്ല ഇവിടെയുള്ള ഇടപെടലുകൾ, സിറ്റിയിലുള്ള ഇടപെടലുകൾ. ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു ഉദാഹരണം പറയുന്നത് സിറ്റി വരുമ്പോൾ മനുഷ്യൻ എക്കണോമിക് ഇൻഡിപെൻഡൻസ് അഥവാ സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അവൻ കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം, അവന് പൈസ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ സാമ്പത്തികമായിട്ട് കുറച്ചൊന്നും മറ്റൊരാളെ ആശ്രയിക്കാതെ, അല്ലെങ്കിൽ നമ്മളുടെ
എന്താണ് ബന്ധങ്ങളില്ലാതെ തന്നെ പൈസ കൊണ്ട് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. സാമൂഹികമായിട്ട് എന്താണ് അവിടെയുള്ള നമ്മളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ജാതി അല്ലെങ്കിൽ മറ്റു ഈ വക കാര്യങ്ങളൊന്നും പൊതുവെ സിറ്റിയിൽ ഗ്രാമത്തിലുള്ള പോലെ അത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാവില്ല. നമ്മളുടെ കുടുംബമോ നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ മൊത്തത്തിലുള്ള കമ്മ്യൂണിറ്റിയോ മതമോ ഇങ്ങനെ കാര്യമായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല നമ്മുടെ സിറ്റിയിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഇത് നമുക്കവിടെ സോഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നു, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നു. ഇത് മൊത്തത്തിൽ മനുഷ്യൻ്റെ സമൂഹത്തിലെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. ഉദാഹരണത്തിന് ഡൈവോഴ്സ് റേറ്റ് സിറ്റികൾ പൊതുവെ കൂടുതലായിരിക്കും. ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് അർബൻ ലൈഫും അർബൻ ജീവിത സാഹചര്യങ്ങളും മനുഷ്യൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. മാത്രമല്ല സിറ്റീസ് പൊതുവെ ജോലി എപ്പോഴും ഈ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ലാർജ് ഇൻഡസ്ട്രികൾ ഉണ്ടാവും. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പേരും മൈഗ്രേഷൻ മൂലം ഈ പറയുക കുടിയേറ്റം മൂലം അല്ലെങ്കിൽ ദാരിദ്ര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് സിറ്റികൾ വരികയും ആ തൊഴിലവസരങ്ങളൊക്കെ അവർ നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു മിക്സിങ്ങോ കുടിയേറ്റമോ എവിടെ ഉണ്ടാവില്ല, റൂറൽ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതൊക്കെ സിറ്റി ലൈഫിൻ്റെ വ്യത്യാസങ്ങളാണ് എന്നുള്ള രീതിയിൽ. അതുമൂലം ഇങ്ങനെയൊക്കെ മൈഗ്രേഷൻ വരുന്നതോടുകൂടി ഇത്തരം എക്കണോമിക്കലായിട്ട് മനുഷ്യൻ കുറച്ചുകൂടി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടുകൂടി സാമൂഹികമായിട്ട് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതോടുകൂടി മനുഷ്യൻ്റെ ലൈഫിൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ, ഫാമിലി ആശ്രയിക്കുന്നത് കുറയും. ഈ പറയുന്ന മാരേജിനെ രൂപം മാറും. മാരേജ് എപ്പോഴും വേണമെങ്കിലും ബ്രേക്ക് ആവുന്ന ഡൈവോഴ്സിലേക്ക് പോകും. അതേപോലെ തന്നെ നമ്മളുടെ മൈഗ്രേഷൻ കൂടിയോട് ജനങ്ങൾ തിങ്ങിപ്പാർക്കാൻ തുടങ്ങുന്നു. അവിടെ ചേരികൾ ഉണ്ടാവുന്നു. ഇങ്ങനെ കുറേ പ്രത്യേകതകൾ അർബൻ അഥവാ ഈ പറയുന്ന നഗരങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാമൂഹിക ജീവിതം ഇത്തരം വ്യത്യാസമുള്ളതായതുകൊണ്ട് തന്നെ ഇതിനെ പഠിക്കാനായിട്ട് പ്രത്യേകം റൂറൽ ലൈഫിനെ പഠിക്കുന്ന പോലെ റൂറൽ സോഷ്യൽ ലൈഫിനെ പോലെ അല്ല പഠിക്കേണ്ടത്. അതിൽ നിന്ന് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അതിനെപ്പറ്റി കൂടുതലായിട്ട് അർബൻ സാമൂഹിക ജീവിതം അല്ലെങ്കിൽ നഗര സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചുകളായിട്ട് സിറ്റിയുടേതായിട്ടുള്ള ചലഞ്ചുകളുണ്ട്. ഓക്കെ, അത് അത്തരം വിഷയങ്ങൾ, അത്തരം വെല്ലുവിളികൾ എവിടെ ഉണ്ടാവില്ല? ഗ്രാമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓവർ ക്രൗഡിങ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുക, ട്രാഫിക് ബുദ്ധിമുട്ടുകൾ, പറയുന്നത് ക്രൈം, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുക, സ്ലം ചേരികൾ ഉണ്ടാവുക, ഒറ്റപ്പെടുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അത് സിറ്റിയുടെ മാത്രം പ്രശ്നമാണ്, അർബൻ ലൈഫിൻ്റെ മാത്രം പ്രശ്നമാണ്. ഇതെവിടെ കാണൂല? റൂറൽ ലൈഫിൽ കാണൂല. ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ടെന്നാണ് അർബൻ ലൈഫിൽ, അർബൻ സാമൂഹിക അല്ലെങ്കിൽ നഗര സാമൂഹിക ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് അർബൻ സോഷ്യോളജി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന രീതിയിൽ മാത്രമല്ല അതിന് പുറമേ കുറച്ച് ഈ ഒരു സ്ഥലം അർബനൈസ് ആവുന്നതോടുകൂടി അവിടുത്തെ ലാൻഡ് കൂടുതലായിട്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മോറൽ വാല്യൂസിൽ ഉണ്ടാകുന്നു ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നു. ട്രഡീഷനൊക്കെ ഇല്ലാതാകുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഇഷ്യൂസും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ആര് ശ്രമിക്കുന്നുണ്ട്? ഈ പറയുന്ന രീതിയിൽ അർബൻ സോഷ്യോളജി ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും. അർബൻ സോഷ്യോളജിയുടെ ഒരു പ്രത്യേകത, അർബൻ സോഷ്യോളജിക്ക് ഒരുപാട് മറ്റു ഡിസിപ്ലിൻസ്, പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് അല്ലാത്ത മറ്റു ഡിസിപ്ലിൻസ് പോലും എൻജിനീയറിങ്, ആർക്കിടെക്റ്റ് തുടങ്ങിയിട്ടുള്ള ക്രിമിനോളജി തുടങ്ങിയിട്ടുള്ള ഒരുപാട് മറ്റു ഡിസിപ്ലിൻസിൻ്റെ സഹായം കൂടി ആവശ്യമാണ്. സിറ്റിയെ പറ്റി പഠിക്കാനും അവിടുത്തെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവിടുത്തെ സിറ്റി ലൈഫ് വരുന്നതോടുകൂടി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ആയിട്ട് മറ്റു പല ഡിസിപ്ലിൻസിൻ്റെയും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവരിൽ നിന്നുള്ള ഡാറ്റ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് അർബൻ സോഷ്യോളജി കാര്യങ്ങളെ പഠിക്കുന്നതും വിലയിരുത്തുന്നതും അതിനുള്ള അതിൻ്റെ മുന്നോട്ട് പോക്ക് നടത്തുന്നതും എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല അത്
പഠനങ്ങൾ അല്ലെങ്കിൽ റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്തുന്ന എന്താണ് മറ്റു പല ആളുകളിൽ നിന്നും, ആർക്കിടെക്റ്റുകളാവട്ടെ, പ്ലാനിങ് എൻജിനീയേഴ്സ് ആവട്ടെ, എന്താണ് ഈ പബ്ലിക് ഓഫീസർമാരാവട്ടെ, അവരിൽ നിന്നും ഡാറ്റകളും ഇൻഫർമേഷനുകളും കളക്ട് ചെയ്തതിൻ്റെ ഫലം അത് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിക്കുകയും അങ്ങനെയാണ് അവരെന്താണ് റിസർച്ച് കംപ്ലീറ്റ് പൂർത്തിയാക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അർബൻ സോഷ്യോളജി, അതിൻ്റെ പ്രത്യേകതകൾ, അർബൻ സോഷ്യോളജി എന്താണ് പഠിക്കുന്നത്, അർബൻ സോഷ്യൽ ലൈഫിൻ്റെ പ്രത്യേകതകൾ, അർബൻ സോഷ്യോളജി എന്തുകൊണ്ട് പ്രത്യേകം പഠിക്കുന്നു, ഇവ കാര്യങ്ങളാണ് എന്താണ് നമ്മൾ ഈ ഫസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട പോർഷനിലേക്ക് കടക്കുകയാണ്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അർബൻ സോഷ്യോളജിയിലെ പ്രധാനപ്പെട്ട എന്താണ് നഗര സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളുടെ തിയറികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള 4 പേരാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് എമിലി ദുർക്കീം, 2 കാൾ മാക്സ്, മൂന്നാമത്തത് ജോർജ് സിമ്മൽ ആൻഡ് മാക്സ് വെബർ. ഈ 4 പേരുടെ തിയറികളാണ് എന്താണ് നഗരവുമായി ബന്ധപ്പെട്ട, നഗരത്തിലെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട, അർബൻ സോഷ്യൽ ലൈഫുമായി ബന്ധപ്പെട്ട 4 തിയറികളാണ്, അല്ലെങ്കിൽ ഈ 4 പേരുടെ തിയറികളാണ് നമ്മൾ ഇനി കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അല്ലെ നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച വരുന്നത്. ഓക്കെ, സോ അവരെ കുറിച്ചിട്ടുള്ള എന്താണ് അതിൽ നമുക്ക് ആദ്യമായിട്ട് ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളിൽ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എമിലി ദുർക്കീമാണ്. ദുർക്കീമിനെ സംബന്ധിച്ച്, ദുർക്കീം നമുക്കറിയാം സോഷ്യോളജിയിൽ കാര്യമായിട്ട് എന്താണ് സോഷ്യോളജിയുടെ തിയറിയുടെ എന്താണ് വികാസത്തിന് ഏറ്റവും കൂടുതൽ എന്താണ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ് ദുർക്കീം എന്ന് പറയുന്നത്. ദുർക്കീമിൻ്റെ ആദ്യകാലത്തുള്ള പഠനമാണ് സോഷ്യോളജിയെ ഒരു എന്താണ് പഠന ശാഖയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ സഹായിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് സോഷ്യോളജിക്കൽ തിയറിയുടെ പിതാവ് എന്നാണ്. നമ്മളതൊക്കെ നമുക്കതെന്താണ് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നഗരങ്ങളുടെ വളർച്ച, പ്രത്യേകിച്ചും എന്താണ് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം മോഡേൺ സിറ്റീസിൻ്റെ കുറിച്ച് പഠിക്കുകയും അത് എന്ത് മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ സിറ്റിയുടെ വളർച്ചയോടുകൂടി എന്ത് മാറ്റമാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പഠന വിധേയമാക്കുകയും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ് എമിലി ദുർക്കീം എന്ന് പറയും. അദ്ദേഹം പറയുന്നത് റൂറൽ കമ്മ്യൂണിറ്റീസിൽ ഉള്ള പൊതുവെ കാണപ്പെടുന്ന സ്ട്രോങ് സോഷ്യൽ ബോണ്ട്സ് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഏത് സിറ്റികളിലേക്ക്, അർബൻ സെൻറ്റേഴ്സുകളിലേക്ക് വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലൂടെ പറയുന്നുണ്ട്. അത് റൂറൽ ലൈഫിൽ, അല്ലെങ്കിൽ ഗ്രാമീണ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ സിറ്റി ലൈഫിലേക്ക് വരുമ്പോൾ അത് വീക്കാവുന്നു, അത് പൊതുവെ ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കൂടി കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് സിറ്റി ലൈഫിൽ സാമൂഹിക ബന്ധങ്ങൾ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡം സിറ്റി ലൈഫിൽ പൊതുവെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അത് 2 രീതിയിലുള്ള സോളിഡാരിറ്റികൾ അദ്ദേഹം റൂറൽ സൊസൈറ്റി, പ്രത്യേകിച്ചും മോഡേൺ കാലഘട്ടത്തിൽ മുന്നേയുള്ള ഗ്രാമീണ സമൂഹത്തിൻ്റെയും പുതിയ ഈ പറയുന്ന രീതിയിൽ മോഡേൺ പീരീഡിലുള്ള ഒരു നഗര സമൂഹത്തിൻ്റെയും വ്യത്യാസം അദ്ദേഹം സോളിഡാരിറ്റി ഉപയോഗിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഗ്രാമങ്ങളിൽ ഉള്ള സോഷ്യൽ ബോണ്ട് എന്നുള്ളത് അദ്ദേഹം അടയാളപ്പെടുത്തുന്ന മെക്കാനിക്കൽ സോളിഡാരിറ്റിയും, പുതിയ മോഡേൺ സിറ്റീസിലുള്ള സോഷ്യൽ ബോണ്ട് എന്ന് പറയുന്നത് ഓർഗാനിക് സോളിഡാരിറ്റിയും എന്നുള്ള നിലക്കാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അദ്ദേഹം ദുർക്കീം അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട് ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ചും റൂറൽ ഏരിയാസിൽ, മോഡേൺ സിറ്റീസ് അല്ലാത്ത പഴയകാല സമൂഹങ്ങളിൽ ഉണ്ടാവുന്ന തരം ഉള്ള ഒരു സോഷ്യൽ ബോണ്ട്, അല്ലെങ്കിൽ സാമൂഹിക ഐക്യം, സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റിയാണ്. ഈ സോളിഡാരിറ്റി വരുന്നത് എന്തിൽ നിന്നാണ്? ലൈക്ക്നെസ്, ഷെയർഡ് ബിലീഫ്സ്, കസ്റ്റംസ്, റിച്വൽസ്. അതായത് ഒരേപോലുള്ള ജീവിതങ്ങൾ, ഒരേ കൾച്ചർ, ഒരേ ലൈഫ് സ്റ്റൈല്, ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ഐക്യമാണ് അല്ലെങ്കിൽ സോളിഡാരിറ്റിയാണ് ഇത് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയും. അത്
മുൻപുണ്ടായിരുന്ന അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് അല്ലെങ്കിൽ എന്താണ് റൂറൽ സൊസൈറ്റീസിലാണ് പൊതുവെ ഇത്തരത്തിലുള്ള സോളിഡാരിറ്റി ഐക്യം കാണുന്നത്. അവർ പൊതുവെ ഒരൊറ്റ കൾച്ചറും എന്താണ് ജീവിക്കുന്നവരും ഒരു ലൈഫ് സ്റ്റൈലുള്ളവരും എന്താണ് ഒരേപോലുള്ളവരൊക്കെ ആയിരിക്കും. അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന സോഷ്യൽ ബോണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതും അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ സോഷ്യൽ ബോണ്ട് അദ്ദേഹം വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഏകദേശം ഒരേ ജീവിത രീതിയാണ് നയിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അവർ തമ്മിലുള്ള എന്താണ് സോഷ്യൽ ബോണ്ടും അവർ തമ്മിലുള്ള ഐക്യവും സോളിഡാരിറ്റിയും എന്താണ് ശക്തിപ്പെടും എന്നുള്ളതാണ്. പക്ഷേ മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേൺ എന്ന കാലഘട്ടം വരുന്നതോടുകൂടി ഇതെന്താണ് ദുർബലമായി വരുന്നു എന്നുള്ളതും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം മൂപ്പര് പറയുന്നത് ഈ മോഡേൺ സിറ്റികളിൽ കാണുന്ന തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളെന്ന് അദ്ദേഹം അടയാളപ്പെടുത്തുന്ന ഓർഗാനിക് സോളിഡാരിറ്റിയാണ്. ഓക്കെ, മറ്റേത് എന്താണ് റൂറൽ ഏരിയാസിൽ അദ്ദേഹം കാണുന്ന സാമൂഹിക ഐക്യം അത് മെക്കാനിക്കൽ സോളിഡാരിറ്റി ആണെങ്കിൽ എന്താണ് അർബൻ ഏരിയാസിൽ കാണുന്ന ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ കാണുന്ന സാമൂഹിക ബന്ധങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ട്. അതിനെ മൂപ്പര് പറയുന്നത് ഓർഗാനിക് സോളിഡാരിറ്റി എന്നാണ്. ഇത് ഒരേപോലുള്ള ലൈഫ് സ്റ്റൈല്, ഒരേപോലുള്ള ജീവിതം, ഒരുമ അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് വരുന്ന സോളിഡാരിറ്റി അല്ല. ഓക്കെ, സോഷ്യൽ ഡിഫറൻസുകൾ ഒരുപാടുണ്ടാവും. സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്താണ് ഒരേ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ, ഒരേ കൾച്ചറുള്ള ആൾക്കാർ കുറവായിരിക്കും. വ്യത്യസ്ത കൾച്ചർ, വ്യത്യസ്ത ജീവിത രീതികളുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും സിറ്റിയിൽ പൊതുവേ ഉണ്ടാകുന്നത്. മാത്രമല്ല ഡിവിഷൻ ഓഫ് ലേബറിൽ നിന്നൊക്കെ വരുന്ന സാമൂഹികമായിട്ട് ഒരുമിച്ച് ഒരേപോലുള്ള ലൈഫ് സ്റ്റൈൽ എന്താണ് ഉള്ളതിൻ്റെ ഫലമല്ല, വ്യത്യാസങ്ങളുണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് വരുന്ന സോളിഡാരിറ്റിയാണ് സിറ്റികളിൽ കാണുന്ന ഐക്യം സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം വിളിക്കുന്നത് ഓർഗാനിക് സോളിഡാരിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ സിറ്റികളിൽ ആൾക്കാർ ഈ പറയുന്ന ഓരോ മേഖലകളിലും സ്പെഷ്യലൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ കൂടുതലാണ്. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ജോലി മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാൽ എന്താണ് എനിക്ക് ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അങ്ങനെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു മറ്റുള്ളവരെ പരസ്പര ആശ്രയത്വം മൂലം അവരുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയും സോളിഡാരിറ്റി ഉണ്ട്, പക്ഷെ ആ സോളിഡാരിറ്റിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതെന്താണ്? നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സോളിഡാരിറ്റിയാണ്, അല്ലാതെ ഒരേപോലുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ള സോളിഡാരിറ്റി അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യാസം. അദ്ദേഹം തിയറിയിൽ പറയുന്നത് ഓരോരുത്തരും അവരുടെ തൊഴിൽ മേഖലയിൽ മാത്രം സിറ്റികളിൽ പണിയെടുക്കുന്നു, എന്നാൽ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു തൊഴിൽ മേഖലകളിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന സോളിഡാരിറ്റിയും ഐക്യവുമാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇത് ആധുനിക നഗര ജീവിതത്തിൽ കാണുന്ന സോളിഡാരിറ്റിയാണ് എന്നാണ് പറയുന്നത്. ഇതുമൂലം ഈ പറയുന്ന രീതിയിൽ സാമൂഹിക ബന്ധങ്ങളുണ്ട്, പക്ഷേ ഗ്രാമങ്ങളിലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ ബോണ്ടുകൾ, ഇംപേഴ്സണൽ ആയിട്ടുള്ള സോഷ്യൽ ബോണ്ടാണ് ഇവിടെ നഗരങ്ങളുണ്ടാകുന്നത്. ഗ്രാമങ്ങളിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ ബോണ്ടുകൾ പൊതുവെ നഗരങ്ങളിൽ കുറവായിരിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീഡം പൊതുവെ സിറ്റികളിൽ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നിരീക്ഷണം എമിലി ദുർക്കിം അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ നടത്തുന്നുണ്ട് എന്നാണ്. അതിന് കണ്ടിന്യൂഷനായിട്ട് മൂപ്പര് പറയുന്നത് നഗരങ്ങളിൽ താമസിക്കുമ്പോൾ വലിയ പോപ്പുലേഷൻ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെന്താണ്? കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്. കോമ്പറ്റീഷൻ കൂടുന്ന മൂലം ഓരോരുത്തരെയും അവരുടെ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അത് കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ജോലിയിൽ സ്പെഷ്യലൈസേഷൻ കൂടുകയും ഡിവിഷൻ ഓഫ് ലേബർ കൂടുകയും ചെയ്യുന്നു. ഇത് ഈ പറയുന്ന രീതിയിൽ പ്രത്യേക ജോലികൾ വരാൻ തുടങ്ങുക എന്നുള്ള കാരണമാകുന്നു. മാത്രമല്ല ഡിവിഷൻ ഓഫ് ലേബർ കൂടാനുള്ള കാരണമാകുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഡിവിഷൻ ഓഫ് ലേബർ കൂടുന്നു, ചെറിയ ജോലി മാത്രം ചെയ്യുന്നു, ബാക്കിയുള്ള ലൈഫിൻ്റെ മേഖലകളിലൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. അങ്ങനെ നഗരങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള ഓർഗാനിക് സോളിഡാരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ് എമിലി ദുർക്കിം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നത്. ഇപ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ എല്ലാവർക്കും ചെറിയൊരു തരത്തിലുള്ള കൃഷി ഉണ്ടായിരിക്കും. എല്ലാവർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മിക്കതും സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പൊതുവെ പറയാറുണ്ട്. പക്ഷെ നഗരങ്ങളിൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് അടിസ്ഥാന ആവശ്യമുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതല്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ജോലി മാത്രമാണ് നഗരങ്ങളിൽ ചെയ്യുന്നത്. ഓക്കെ, പോപ്പുലേഷൻ വളരുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണത്. അതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ള ജോലികൾ
അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, അതേപോലെ തന്നെ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾക്കൊക്കെയും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതുമൂലം അവർക്കിടയിൽ ഒരു ഐക്യമുണ്ടാകുന്നു. അതിനെ എന്താണ് അദ്ദേഹം ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതെന്താണ്, കൺവീനിയൻസ് അല്ലെങ്കിൽ ജീവിത നിലനിൽപ്പിന് വേണ്ടിയിട്ടുണ്ടാകുന്ന സാമൂഹിക ബന്ധമാണ്. അത് ഏതുപോലെയല്ല, ഒരുമ അല്ലെങ്കിൽ ഒരേപോലുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരുന്ന എന്താണ് പണ്ട് റൂറൽ ഏരിയാസിലുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ പോലെയല്ല എന്നുള്ളതും ദുർക്കിം അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, പോപ്പുലേഷൻ ചേഞ്ച് എന്താണ് ഈ പറയുന്ന രീതിയിൽ സാമൂഹിക മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറയുന്നുണ്ട്. അതല്ല, ദുർക്കിമിനെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ദുർക്കിം ഒരു സിറ്റിയെ ഒരു മോശപ്പെട്ട കാര്യമായിട്ടല്ല ദുർക്കിം പൊതുവെ കാണുന്നത്. ദുർക്കിം സിറ്റിയെ എന്താണ് ഒരു നല്ല കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് സിറ്റിയോട് പൊതുവെ ദുർക്കിമിനുള്ളത്. സിറ്റി ഈസിനെ ഒരു ക്രിയേറ്റീവ് ഹബ്ബായിട്ടാണ് അവർ ദുർക്കിം അടയാളപ്പെടുത്തുന്നത്. എന്തെന്ന് വെച്ചാൽ കൂടുതൽ ടോളറൻറ്റ്, ക്ഷമയുള്ളവരും മറ്റുള്ളവരുമായിട്ട് തുറന്ന മനസ്സോടുകൂടി എന്താണ് തങ്ങളുടേതല്ലാത്ത മറ്റു ഗ്രൂപ്പുകളോട് തുറന്ന മനസ്സോടുകൂടി സമീപിക്കാൻ സിറ്റിയിലുള്ളവർക്ക് കൂടുതൽ സാധിക്കുന്നു എന്ന് ദുർക്കിം പറയുന്നുണ്ട്. ഓക്കെ, തങ്ങളുടേതല്ലാത്ത മറ്റു മനുഷ്യന്മാരെ കാണുകയും അവരോട് ഇടപഴകുകയും അവരുടെ ഒപ്പം ജീവിക്കുകയും അവരുടെ ഒപ്പം പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് അർബൻ റെസിഡൻസ്, അല്ലെങ്കിൽ എന്താണ് സിറ്റിയിൽ താമസിക്കുന്ന മനുഷ്യന്മാർ. അവർ കുറച്ചുകൂടി ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള, തുറന്ന മനസ്സ്, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള തുറന്ന മനസ്സ് പൊതുവെ എന്താണ് സിറ്റികൾ കാണുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എന്താണ് ഡൈവേഴ്സ് ഒരുപാട് എന്താണ് ലൈഫ് സ്റ്റൈല് എന്താണ് കൂടിക്കലർന്ന് ജീവിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇതൊക്കെയും ഉൾക്കൊള്ളാനും അതിനൊക്കെ എന്താണ് റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് പൊതുവെ എന്താണ് സിറ്റീസിലുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കും എന്നുള്ളതാണ് സിറ്റീസിനെ അദ്ദേഹം അടയാളപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സിറ്റി ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പറയുന്നത് ഒരു അനോമി എപ്പോഴും ഉണ്ടായിരിക്കും. അനോമി എന്ന് പറഞ്ഞാൽ ഒരു നോംലെസ്നെസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുക, അതായത് ഒരു നിയമം, വ്യവസ്ഥ ഇല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് അനോമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതങ്ങനെ പറയാൻ കാരണം ഈ പറയുന്ന രീതിയിൽ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും കുറേ മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നഗരങ്ങളിൽ ഉണ്ടാവില്ല. നഗരങ്ങളിൽ നമ്മളെ പൊതുവെ കൺട്രോൾ ചെയ്യാൻ നമ്മളുടെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റു കമ്മ്യൂണിറ്റിയോ മതമോ ഉള്ളതെല്ലാം വളരെ കുറവായിരിക്കും. വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള മനുഷ്യന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻഡിപെൻഡൻസോ എക്കണോമിക് ഇൻഡിപെൻഡൻസൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതൊരു വ്യവസ്ഥയില്ലാത്തൊരു രീതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ക്രൈം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്ലാസ് കോൺഫ്ലിക്റ്റ് പോലുള്ള കാര്യങ്ങൾ, കോമ്പറ്റീഷൻ ഒരു അറ്റമില്ലാത്ത കോമ്പറ്റീഷനൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ദുർക്കിം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷെ അതിനൊരു പോസിറ്റീവ് സൈഡ് കൂടി മൂപ്പർ പറയുന്നുണ്ട്. ഡീവിയൻസ് അല്ലെങ്കിൽ എതിർപ്പ് എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന പഴയ സോഷ്യൽ നോംസിനെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അപ്പോൾ പഴയ സോഷ്യൽ നോംസിനെ അങ്ങനെ തന്നെ പാലിക്കേണ്ട ആവശ്യവുമില്ല. അതിനോട് എതിർത്ത് പഴയ സോഷ്യൽ നോംസിനെ തിരുത്താൻ ആർക്ക് പറ്റും? സിറ്റിയിലുള്ള ആളുകൾക്ക് പറ്റും എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ചേഞ്ച് പൊതുവെ സിറ്റിയിൽ പൊതുവെ കൂടുതലായിരിക്കും. പഴയ സാമൂഹിക നിയമങ്ങൾ പലപ്പോഴും സിറ്റിയിൽ മാറുകയും ചേഞ്ച് ആവുകയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ബോണ്ട് അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങളിലുള്ള വ്യത്യാസം, സിറ്റീസിൽ സാമൂഹിക ബന്ധങ്ങളിൽ സ്ട്രോങ് സോഷ്യൽ ബോണ്ട് കൂടുതലായിരിക്കില്ല. സ്ട്രോങ് സോഷ്യൽ ബോണ്ട് സിറ്റികളിൽ ഉണ്ടായിരിക്കില്ല. അത് കൂടുതൽ നഗരങ്ങളിലല്ല, ഗ്രാമങ്ങളിലാണ് കാണപ്പെടുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നത്. നഗരങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഇത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളാണ്. അതിന് അദ്ദേഹം മെക്കാനിക്കൽ സോളിഡാരിറ്റി, ഓർഗാനിക് സോളിഡാരിറ്റി എന്നും, എന്നാൽ ഒരേപോലുള്ള ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരുന്ന ഇമോഷണലായിട്ടുള്ള ഡീപ്പായിട്ടുള്ള സോഷ്യൽ ബോണ്ട്സിനെ, ഗ്രാമങ്ങളിൽ കാണുന്ന സോഷ്യൽ ബോണ്ട്സിനെ അദ്ദേഹം ഓർഗാനിക് സോളിഡാരിറ്റി എന്നും വിലയിരുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ എമിലി ദുർക്കിമിൻ്റെ തിയറി എങ്ങനെയാണ് സിറ്റി ലൈഫിൽ സോഷ്യൽ ബോണ്ട്സ് ഉണ്ടാകുന്ന ചേഞ്ചസ് ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മേജർ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് കാൾ മാർക്സ്. ഇപ്പോൾ കാൾ മാർക്സ് പറയുന്നത് അദ്ദേഹം അർബനൈസേഷൻ അല്ലെങ്കിൽ സിറ്റികളെ അദ്ദേഹം
പൊതുവെ എതിർത്തിട്ടില്ല. പക്ഷേ ക്യാപിറ്റലിസത്തിലെ സിറ്റികൾ അദ്ദേഹം എന്താണ് കാര്യമായിട്ട് അതിന് വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഈ മുതലാളിത്ത വ്യവസ്ഥയിലുണ്ടാകുന്ന സിറ്റികൾ, അതിലുണ്ടാകുന്ന അനീതികളെയൊക്കെ പറ്റിയിട്ട് കാര്യമായിട്ട് ആ സിറ്റികളിലുണ്ടാകുന്ന പ്രത്യേക എന്താണ് ഈ പറയുന്ന രീതിയിൽ അസമത്വങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അതിനെ തിയറൈസ് ചെയ്യുകയും ചെയ്ത മനുഷ്യനാണ് ആര്? കാൾ മാർക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എന്താണ് കൂട്ടാളിയായിട്ടുള്ള ഫ്രെഡറിക് എംഗൽസും കൂടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് സിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റലിസം മുതലാളിത്തം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിച്ച് വഴി ഉണ്ടാകുന്ന സിറ്റികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ അർബനൈസേഷന് അദ്ദേഹം വിലയിരുത്തുന്നത് എ ഫിനോമിന ഡ്രിവൺ ബൈ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തത്തിൻ്റെ പൊളിറ്റിക്കൽ എക്കോണമി, അതായത് പറയുന്ന രീതിയിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാമ്പത്തിക നയങ്ങളുടെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഈ അർബനൈസേഷനെ അദ്ദേഹം കാണുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന സിറ്റികളെ അദ്ദേഹം പൊതുവെ വിലയിരുത്തുന്നത് അദ്ദേഹം പോസിറ്റീവായിട്ടാണ്. ഒരു പരമ്പരാഗത ബാർബറിസത്തിൽ നിന്നും സിവിലൈസേഷനിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരുന്നത് ഇതിലാണ്. സിറ്റികൾ വളരുന്നതോടുകൂടി, സിറ്റികൾ വികസിക്കുന്നതോടുകൂടി, സിറ്റികൾ വലുതാവുന്നതോടുകൂടിയാണ് മനുഷ്യന്മാർ കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല മുന്നോട്ട് പോക്കിലേക്കുള്ള ജീവിതം ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ സാമൂഹികമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള കുറേ നിയമങ്ങൾ, വ്യവസ്ഥകളിൽ നിന്നൊക്കെ മാറി പൊളിറ്റിക്കൽ ഫ്രീഡം, എക്കണോമിക് ഫ്രീഡം ഒക്കെ ഉണ്ടാവാനും പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ നഗരങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നഗരങ്ങൾ വികസിക്കുന്നതും വളരുന്നതും ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് കാൾ മാർക്സ് കാണുന്നത്. പക്ഷേ ഇത് സോഷ്യലിസം, നഗരങ്ങളിൽ സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസം നടപ്പിലാവുന്നതോടുകൂടിയാണ് നഗരങ്ങളിൽ നിന്നുണ്ടാവുന്ന മെച്ചങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതായത് ക്യാപിറ്റലിസം മൂലം, മുതലാളിത്തം മൂലം ഉണ്ടാകുന്ന നഗരങ്ങളിൽ ഉണ്ടാകുന്നത് കൂടുതൽ അനീതിയായിരിക്കും. അതിന് പകരമായി സോഷ്യലിസത്തിലേക്ക് മാറുന്നതോടുകൂടിയാണ് ഈ നഗരങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള നെക്സ്റ്റ് ഒരു മനുഷ്യൻ്റെ മുന്നോട്ട് പോക്ക് സാധ്യമാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അർബനൈസേഷൻ കൊണ്ട് മാത്രം മനുഷ്യൻ അടുത്തൊരു ലെവലിലേക്ക് പോകൂല എന്നാണ് ഈ പറയുന്ന രീതിയിൽ. സാമൂഹികമായിട്ട് മുന്നോട്ട് പോകൂല. അതിൻ്റെ ഒപ്പം സോഷ്യലിസം കൂടി ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. കാൾ മാർക്സ് അദ്ദേഹം പറയുന്നത് അർബനൈസേഷൻ, പ്രത്യേകിച്ചും ക്യാപിറ്റലിസം, മുതലാളിത്തത്തിന് കീഴിലുള്ള അർബനൈസേഷനെ കുറിച്ച് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതിൽ കാൾ മാർക്സ് പറയുന്നത് ഈ ക്യാപിറ്റലിസത്തിന് കീഴിലുള്ള നഗരങ്ങൾ ഉയർന്നു വരുന്നതോടുകൂടി, അല്ലെങ്കിൽ മുതലാളിത്തം വരുന്നു, വലിയ ഇൻഡസ്ട്രികൾ വരുന്നു, അതിൽ ഈ പറയുന്ന രീതിയിൽ മുതലാളിത്തം വഴി ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടാകുന്നു, അതിൽ വർക്ക് ചെയ്യാനായിട്ട് മാത്രമായിട്ട് കുറേ തൊഴിലാളികൾ വരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വലിയൊരു വിഭാഗത്തിന്, വർക്കേഴ്സ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തിന് എക്കണോമിക് ഹാർഡ്ഷിപ്പ്, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, പാപ്പരാവുക, പേപ്പറൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ ചെറിയൊരു വിഭാഗത്തിന് മാത്രം ഉണ്ടാകും. മുതലാളിമാരിൽ നിന്ന് തൊഴിലാളികളിലേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല ഈ നമ്മൾ നേരത്തെ ദുർക്കിമിന് പറഞ്ഞ പോലെ അതേ നിരീക്ഷണവും പൂർണ്ണമായിട്ടും കാൾ മാർക്സും പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ടും ഉപകാരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട്. എവിടെ? അർബൻ സെൻറ്റേഴ്സിൽ, അർബൻ എൻവയോൺമെൻറ്റിൽ ഒക്കെ മനുഷ്യന് ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനേക്കാൾ മനുഷ്യൻ്റെ അവൻ്റെ ആവശ്യങ്ങളും അവൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളായിട്ട് ഏത് മാറുന്നുണ്ട്? മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങൾ മാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഈ സിറ്റീസ് വളരുന്നതോടുകൂടി അർബനൈസേഷൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇറോഷൻ ഓഫ് സോഷ്യൽ ബോണ്ട്സ്, അതായത് സാമൂഹിക ബന്ധങ്ങൾ, സ്ട്രോങ് ആയിട്ടുള്ള സാമൂഹിക ബന്ധങ്ങൾ ഇല്ലാതിരിക്കുകയും അതിന് പകരമായിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങൾ കൂടുതലുണ്ടാവുകയും ചെയ്യുന്നു അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ
ഇതിനൊക്കെയും കാരണം എന്താണ്? ഈ പറയുന്ന രീതിയിൽ ക്യാപിറ്റലിസമാണ്, പ്രൈവറ്റ് ഓണർഷിപ്പാണ്. അതുവഴി എന്താണ്, ചെറിയൊരു വിഭാഗത്തിന് മാത്രം വളർച്ചയും വികാസവും ഉണ്ടാകുന്നു. തൊഴിലാളികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം കൂടുതൽ താഴേക്ക് പോകുന്നു എന്നുള്ളത് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്.